സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഭാര്യയ്ക്കും മക്കൾക്കും ജീവനാംശം നൽകാതിരിക്കാൻ വായ്പയെടുത്ത് വരുമാനം കുറച്ചു കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെന്ന് ഹൈക്കോടതി. ഇത്തരം തന്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകില്ല. ഇതടക്കം മൊത്തം വരുമാനം കണക്കാക്കി വേണം ജീവനാംശമായി നൽകേണ്ട തുക തീരുമാനിക്കാൻ. ജീവനാംശം നൽകേണ്ട തുക കുറച്ചു കിട്ടാനായി ആ ഘട്ടത്തിൽ വായ്പയോ ഇൻഷുറൻസോ എടുക്കും. PF-ലേക്ക് ശമ്പള വിഹിതം കൂട്ടിയിടുന്നവരുമുണ്ട്. എന്നാൽ ഇതെല്ലാം നിക്ഷേപമായി കണക്കാക്കി മൊത്ത വരുമാനത്തിൽ ഉൾപ്പെടുത്തി വേണം ജീവനാംശം തീരുമാനിക്കാനെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഈ വിധി പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും പല പുരുഷന്മാർ ചെയ്യുന്നത് വീണ്ടും വിവാഹം കഴിക്കുക, അവരിലേക്ക് ഈ സ്വത്ത് പേരിൽ എഴുതി കൊടുക്കുക, അവരുടെ മക്കളിലേക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ തൻ്റെ ഉമ്മയിലേക്കോ ബാപ്പയിലേക്കോ പേരിൽ എഴുതി കൊടുത്തിട്ട് താൻ ബാധ്യസ്ഥനല്ല എന്നുള്ള ഒരു രേഖയാണ് പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് ജീവനാംശം കൊടുക്കേണ്ട അവകാശം എനിക്കില്ല എന്ന് കോടതി മുഖേന വാക്കാൽ പറയേണ്ട ഒരു അവസ്ഥയുണ്ടാവും. പിന്നീടാണ് ഈ ഒരു വരുമാനം മുതൽ കാര്യങ്ങളൊക്കെ ഈ ഭർത്താവിൻ്റെ പേരിലേക്ക് ആക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പലപ്പോഴായി കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. കോടതി നന്നായിട്ട് വിസ്തരിച്ച് തന്നെയാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത്.